രാവിലെ നടക്കാൻ കൊച്ചിനായിട്ട് ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ താണ്ടടാ നമ്മുടെ ഈട്ടയ്ക്ക് മുഴുവൻ പുല്ലൻ്റെ പെരുന്നാൾ. ഉടനെ കൊടുവാളും എടുത്തുകൊണ്ട് ആ പഴയ നൊക്ലാച്ചി എല്ലാം മനസ്സിൽ ധ്യാനിച്ച് പയ്യെ അങ്ങ് ഇറങ്ങി. എന്ന് വെച്ചാൽ എത്ര കാലമായി മീൻപിടുത്തത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട്, പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് തരിച്ച് കയറും. ഒരൊറ്റ വെട്ട് കരയ്ക്കുന്നുണ്ട്. ആറ്റിൽ നിന്ന് വെട്ടിപ്പിടിക്കുന്ന ഇച്ചിരി പാടാ. കണ്ടത്തിലാണോ മൂടാണ്, ഒരു കണ്ണങ്കാൽ വെള്ളത്തിൽ തൂളി കയറുമ്പോൾ എന്നെ രസാദ്രി വെട്ടിപ്പിടിക്കുക ആണ്ട് പിടിച്ചുകൊണ്ട് വരുന്ന സാധനം. പക്ഷേ ഇതിനകത്തൊരു ഡേഞ്ചറസ് സ്റ്റേജ് എന്നാന്ന് വെച്ചാൽ വയലൻസാണ്. മീൻ രണ്ട് പീസായി പോകും. അങ്ങോട്ട് നോക്കി അതെപ്പം വെട്ടിയാലും അങ്ങനെയൊക്കെ തന്നെ. മയത്ത് വെട്ടാൻ വെച്ച് കഴിഞ്ഞാൽ മീൻ ഓടിപ്പോവുകയും ചെയ്യും. ഓടിക്കളിക്കുന്നേക്കാളും നല്ലതാണല്ലോ വെട്ടി രണ്ട് പീസാക്കി എടുക്കുന്നതാണ്. അങ്ങനെ എന്നാലും വെട്ടി 2-3 കിട്ടി. പിന്നെ ഇതൊരു രസമാണ്. നമുക്ക് ഈ കോട്ടയം, ആലപ്പുഴ, എറണാകുളം ഇങ്ങനെ തീരദേശമുള്ള എല്ലാ സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഭയങ്കര ഒരു നൊക്ലാച്ചിയ ഫീലിംഗ് ആണ് ഈ മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്കുള്ള ഊത്തപിടുത്തം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഭയങ്കര രസമാണ്, ഭയങ്കര ഫീലാണ്. ചില ആളുകൾ വലയൊക്കെ ആയിട്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പാതിരാത്രിക്കൊക്കെ നിൽക്കും. ഭയങ്കര മൂടാണ്, ഭയങ്കര രസമാണ്. ശരിക്കും ഒരു കൾച്ചറിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഒരു നൊക്ലാച്ചിയ എന്നൊക്കെ വേണം പറയാൻ. എന്നാലും കുറേ വർഷങ്ങൾക്ക് ശേഷം, ഐ തിങ്ക് ഞാൻ റിട്ടയറായിട്ടൊരു 10 വർഷത്തിന് പേരിലെങ്കിലും ആയിട്ടുണ്ട് ഫിഷിങ്. എന്നാലും ഞാൻ നൊക്ലാച്ചിയ ഒന്ന് വീണ്ടും സ്ഥാപിച്ചു. അപ്പോൾ എല്ലാവരും മഴക്കാലമാണ്, ഹാപ്പിയായിട്ട് സ്റ്റേ ബ്ലെസ്ഡ്.